ബർഗേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ്. ശരിക്കും പറഞ്ഞാൽ ആ പേര് രണ്ടാമത് പറഞ്ഞ പേരില്ലേ, അതിനകത്ത് കാര്യങ്ങളുണ്ട്. ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, സ്മോൾ മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. അത് ആർട്ടറി ആകാം, വെയിൻ ആകാം. ഓക്കെ, ഈ ബ്ലഡ് വെസൽസിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ക്ലോട്ട് ഫോർമേഷനുമാണ് ഈ അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ത്രോംബോ ക്ലോട്ട് ആൻജൈറ്റിസ് വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്ലഡ് വെസൽ, ഒബ്ലിറ്ററൻസ് ബ്ലോക്ക്, തടസ്സം. അപ്പോൾ ഇങ്ങനെ ഇൻഫ്ലമേഷനും എന്താ പറയണ്ടേ ക്ലോട്ട് ത്രോംബോസിസും ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് പ്രത്യേകിച്ച് കുഞ്ഞ് ബ്ലഡ് വെസൽസിലും മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസിലും ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് സപ്ലൈ ചെയ്യുന്ന ടിഷ്യൂ അല്ലേ, അതിലോട്ട് ബ്ലഡ് സപ്ലൈ കിട്ടത്തില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇഷ്കീമിയ എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡ് സപ്ലൈ കിട്ടാതാകുമ്പോഴത്തേക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലുപരി അതിങ്ങനെ തുടർന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വളരെ സിവിയർ ആകുമ്പോഴത്തെ കാര്യം പറയുന്നത് അൾസറേഷനും ഗാംഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്, ഈ എന്താ പറയണ്ടേ നെക്രോസിസ് ആണ്, ഒരു ടൈപ്പ് ഓഫ് നെക്രോസിസ് ആണ്. ടിഷ്യൂ ഡെത്ത് സംഭവിക്കും. ആ ടിഷ്യൂ ഡെത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഡീക്കേയിങ് ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ വന്നാണ് ഇത് കൂടുതൽ സിവിയർ ആവും. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും, പിന്നെ ഫൗൾ സ്മെൽ ഉണ്ടാവും ആ ഏരിയയിൽ. അതിനാണ് ഗാംഗ്രീൻ എന്ന് പറയുന്നത്. ഗാംഗ്രീൻ കുറച്ച് നമുക്കറിയാം സീരിയസ് പ്രശ്നമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷെ പറയട്ടെ അത് പിന്നെ റെയറായിട്ടാണ് ഉണ്ടാകുന്നത്, പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആംപ്യൂട്ടേഷൻ, മുറിച്ചു മാറ്റേണ്ടി വരും എക്സ്ട്രിമിറ്റി. അത് പറയാൻ ഞാൻ വിട്ടുപോയി. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് കാര്യം മനസ്സിലായി, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനും മീഡിയം സൈസ് ബ്ലഡ് വെസൽസിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും ക്ലോട്ട് ഫോർമേഷനും ആണ് എന്തെന്ന് പറയുന്നത് ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് കൈകാലുകളെയാണ്, എക്സ്ട്രിമിറ്റീസിനെയാണ് ബാധിക്കുന്നത്. ആംസ്, ലെഗ്സ്, പ്രത്യേകിച്ച് കാലുകളെയാണ് കോമൺ ആയിട്ടിത് ബാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ബന്ധപ്പെട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്, സ്മോക്കിംഗ് ആണ്.